സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന് സ്വർണ്ണക്കപ്പ്. KPCC പുനഃസംഘടനയിൽ തർക്കം തീരുന്നില്ല. ഹൈക്കമാൻഡിന് മുന്നിലും തമ്മിലടി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേക ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന് സ്വർണ്ണക്കപ്പ്. നീന്തലിലും ഗെയിംസിലുമാണ് ആതിഥേയരായ തിരുവനന്തപുരം കുതിച്ചു കയറിയത്. ഗെയിംസ് ഇനങ്ങളിൽ 798 പോയിന്റുകൾ നേടിയ കണ്ണൂരിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് 1107 പോയിന്റുകളോടെ തിരുവനന്തപുരം ഒന്നാമതായത്. അക്വാറ്റിക്സിൽ 649 പോയിന്റുകളോടെ തിരുവനന്തപുരം ഒന്നാമതായപ്പോൾ തൃശൂർ ജില്ല 149 പോയിന്റുകൾ നേടി രണ്ടാമതായി. KPCC പുനഃസംഘടനയിൽ തർക്കം തീരുന്നില്ല. തർക്കം തീർക്കാൻ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ കടുത്ത വിമർശനമാണ് മുതിർന്ന നേതാക്കൾ ഉന്നയിച്ചത്. കൂടാതെ ഹൈക്കമാൻഡിന് മുന്നിലും പരസ്പരം തമ്മിലടി തുടരുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ചില നേതാക്കൾ തന്നെയാണ് പാർട്ടിയിൽ അനൈക്യം ഉണ്ടാക്കുന്നതെന്നും ഇങ്ങനെ പോയാൽ പാർട്ടി വെള്ളത്തിലാകുമെന്നും കെ സുധാകരൻ തുറന്നടിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുനഃപരിശോധന നടപ്പാക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പ്രക്രിയ ഉടൻ നടപ്പാക്കണമെന്ന നിർബന്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സൂ തൃശൂർ സുവോളജിക്കൽ പാർക്ക് നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി ധനസഹായത്തോടെ 371 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. റവന്യൂ മന്ത്രി കെ രാജൻ സ്വാഗതം പറഞ്ഞു. മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡൽഹിയിൽ വീണ്ടും വാഹന നിയന്ത്രണം. സംസ്ഥാനത്തിന് പുറത്ത് രജിസ്റ്റർ ചെയ്തതും BS6 നിലവാരത്തിന് താഴെയുള്ളതുമായ വാഹനങ്ങൾക്ക് നവംബർ 1 മുതൽ ഡൽഹിയിലേക്ക് പ്രവേശനം നൽകില്ല. ചരക്ക് വാഹനങ്ങൾക്ക് മാത്രമാണ് ആദ്യഘട്ടത്തിൽ നിയന്ത്രണങ്ങൾ. ചന്ദനക്കാവിൽ കാർ നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ച് നവദമ്പതികൾക്ക് ദാരുണാന്ത്യം. ഇക്ബാൽ നഗറിലെ വലിയ പീടിക്കൽ മുഹമ്മദ് സിദ്ദിഖ്, ഭാര്യ റീഷ M മൻസൂർ എന്നിവരാണ് മരിച്ചത്. രാവിലെ 8:30യോടെയായിരുന്നു അപകടം. 7 മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. കെനിയയിൽ വിനോദസഞ്ചാര വിമാനം തകർന്നു വീണ് 12 പേർ മരിച്ചു. തീരദേശ മേഖലയായ ക്വാലയിൽ ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. മാസായി മാര നാഷണൽ റിസർവിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. സിഡ്നിയിൽ നടന്ന അവസാന ഏകദിനത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രി പ്രവേശിക്കപ്പെട്ട ഇന്ത്യയുടെ മുൻനിര ബാറ്റർ ശ്രേയസ് അയ്യരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായി റിപ്പോർട്ട്. ICL താരത്തെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ടെന്നും വിവരമാണ് ലഭിക്കുന്നത്. അമേരിക്കയിലേക്ക് കുടിയേറിയ 54 ഇന്ത്യക്കാരെ നാടുകടത്തപ്പെട്ടവരിൽ 50-ൽ പരം ഹരിയാന സ്വദേശികളാണ്. ഇവർ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയതായി കർണാൽ പോലീസ് അറിയിച്ചു. TVK അധ്യക്ഷൻ വിജയ് കരൂരിൽ എത്താത്തതിൽ പ്രതിഷേധിച്ച് 20 ലക്ഷം രൂപ തിരിച്ചു നൽകി വീട്ടമ്മ. ദുരന്തത്തിൽ മരിച്ച രമേശിന്റെ ഭാര്യ സാംഗവിയാണ് TVKയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം തിരിച്ചയച്ചത്. മഹാബലിപുരത്തെ കൂടിക്കാഴ്ചയ്ക്ക് തന്നെ വിളിച്ചില്ലെന്നും സാംഗവി പറഞ്ഞു. ജനേക ഓൺലൈൻ മോജ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.